മക്കളേതാ ഈ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു. കാരണം സംഭവിക്കാൻ പോകുന്ന 3 ഫാക്റ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിക്കാൻ പോവുകയാണ്. ഒന്ന് ഓൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 അത് പതിയെ പതിയെ അങ്ങോട്ട് പോകും. പിന്നെയും ഒരുപാടുണ്ട്. പക്ഷേ ആദ്യത്തേത് പറയുന്നത് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖല മൊത്തത്തിൽ തന്നെ താറുമാറായി കിടക്കുകയാണ്. ഒരു മാസം കൊണ്ട് 100-ന് മേലെ ആൾക്കാരാണ് മരണപ്പെട്ടത്. അതിലും കുട്ടികളടക്കം മരണപ്പെട്ടിട്ടുണ്ട് പല പനി രോഗങ്ങളുമായിട്ട്. അതിൽ തന്നെ ഒന്ന് നമ്മുടെ ആരോഗ്യരംഗം നശിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ആരാണെന്നറിയാലോ? 35 ഡിഗ്രിക്ക് താഴെ കൊറോണ വരില്ല എന്ന് പറഞ്ഞൊരു മഹാനാണ് ആരോഗ്യമന്ത്രി. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഏതെണ്ണം കെട്ടവനാണ് ആരോഗ്യമന്ത്രി എന്ന് ചോദിക്കേണ്ടി വരും. അത് എങ്ങനെ തകരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അമേരിക്കൻ കുത്തക കമ്പനികളാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ ചില നയങ്ങളിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ പൊതു ആരോഗ്യരംഗം തകരുകയും പിന്നെ ജനങ്ങളെ ജീവനിൽ ഭയന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യരംഗം ഏകദേശം തീരുമാനമാവും. അപ്പോൾ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുഗതാഗതം എന്താണെന്നറിയാലോ? KSRTC കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നശിച്ച് അങ്ങോട്ട് പോകും. കാരണം നഷ്ടത്തിൽ നിന്നൊരു സംഭവത്തെ കോടികളുടെ ലാഭത്തിലേക്ക് കൊണ്ടുവന്ന ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഗണേഷ് കുമാർ. ഓക്കെ, ഇപ്പം ആരായിരുന്നു നമ്മുടെ ഗതാഗത മന്ത്രി അറിയാമല്ലോ? തിരഞ്ഞെടുപ്പിൽ കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പേരിൽ നമ്മുടെ സഹോദരിമാർക്ക് ഫ്രീ കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴേ എത്ര കാലം ഈ ഫ്രീ പോകും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ KSRTC നശിക്കും. ഇപ്പം തന്നെ ഓൾറെഡി നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ സമരത്തിലേക്കും മറ്റും ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ്. കുറച്ച് കഴിയുമ്പോൾ KSRTC നശിക്കുകയും പ്രൈവറ്റ് ബസ്സുകൾ കൂടുകയും അവർക്ക് ലാഭം വരികയും ചെയ്യും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സംഭവം നശിക്കും. മൂന്നാമത്തത് വിദ്യാഭ്യാസം അബ്ദുറബിനെ കാട്ടി ഏറ്റവും കഴിവുകെട്ട വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരും ആര്? ഇപ്പോൾ വരുന്ന 2,09,318. പിന്നെ വേറൊരെണ്ണമുണ്ട്. ഏതാണ്? നമ്മുടെ KM ഷാജിയുടെ വകുപ്പ് അറിയാമല്ലോ? 15,26,000 എത്ര? 15/6/2026 എന്ന് പറയുന്ന ഡേറ്റ് പറയേണ്ടടുത്ത് ലൈഫ് പദ്ധതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഇതിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മളെ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അപ്പം തന്നെ അതിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകും. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ പൊട്ടിച്ചു വെച്ച് ഓട്ടിക്കൊണ്ടിരിക്കുന്ന ടയർ പൊട്ടിത്തെറിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ഏകദേശം പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഗുദാഹവ. ചിരിക്കുന്ന മുഖ്യമന്ത്രിനെ കിട്ടിയില്ലേ? ഇന്നലെ തന്നെ സ്വന്തം പാർട്ടിയിലുള്ള MLA ആ നിയമസഭയിൽ വെച്ചിട്ട് ഒരു കാര്യം, ഒരു നാടിൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും, അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് വിത്തിൻ 30 സെക്കൻഡ് കൊണ്ട് ഒരിക്കലും കൊടുക്കൂല എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതാണ് പറയുന്നത്. കാപട്യത്തിൻ്റെ മുഖമാണ് BD സവർക്കർ സതീശൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ എഴുതി വെച്ചോ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ചിലർ പറയുമായിരിക്കും അവന് കരയുകയാണ്, ഇതുമാരെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ തന്നെയാണ് സത്യം. ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.